പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാലിത്തീറ്റ സബ്സിഡി വിതരണം നടത്തി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ അത് ഒരു അനുഗ്രഹമാണ്. യാതൊരു നിവൃത്തിയില്ലാത്ത മരുന്ന് വാങ്ങാൻ പോലും മറ്റുള്ള ആളുകളെ, കുടുംബത്തിലെ മക്കൾക്കോ മരുമക്കളെയോ ബുദ്ധിമുട്ടിക്കേണ്ട സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ സഹായം ഏറ്റവും മികച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാജി, രാമചന്ദ്രൻ, രമ, പഞ്ചായത്ത് അംഗം ബാലസുബ്രഹ്മണ്യൻ, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ നന്ദകുമാർ, സുജാത, സെക്രട്ടറി ശ്യാമള എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് അംഗം രജനി സ്വാഗതവും ക്ഷീരവികസന ഓഫീസർ ശ്യാമിനി നന്ദിയും പറഞ്ഞു. ക്ഷീരസംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്ന പാലിന് പൊതുവിഭാഗത്തിന് സബ്സിഡിയായി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷവും കേരളശ്ശേരി പഞ്ചായത്ത് 3 ലക്ഷവും നൽകുന്നു. കാലിത്തീറ്റ ഇനത്തിൽ SC-കാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപയും പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം നൽകി വരുന്നു. പഞ്ചായത്തിലെ 81 ക്ഷീര കർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.